പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ പ്രിയപ്പെട്ട തുരുത്തി ജമാഅത്ത് പ്രസിഡന്റ് ഷാഫി ഹാജിയും അതുപോലെ തന്നെ ട്രഷറർ അബ്ദുള്ള കുഞ്ഞി ഹാജിയൊക്കെ ഉണ്ട്. നമ്മൾ ഈ മൗലൂദ് പരിപാടി, ഇന്നത്തെ ഈ പരിപാടി എങ്ങനെ വിലയിരുത്തുന്നു? വിലയിരുത്തുന്ന പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് ഇത് തുടർന്നു പോകുന്ന ഒരു സംവിധാനമാണ്. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ പള്ളിയിൽ മൗലൂദും ബാക്കിയുള്ള പല കലാപരിപാടികളും മറ്റുള്ള ഭക്ഷണങ്ങളും കൊടുത്ത് ഇന്ന് വൈകുന്നേരം വരെ നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ കൊല്ലം തലമുറകളായ നമ്മളെ വയസ്സന്മാർ നമ്മൾക്ക് കാണിച്ചു തന്ന വൈകിലും കൂടി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഇനിയും ഇൻഷാ അല്ലാഹ് അള്ളാഹു എത്തിച്ചാൽ പൂർവ്വഗതി ശക്തിയോടുകൂടി ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. സെക്രട്ടറി നേരത്തെ പറഞ്ഞു 4 മണിക്ക് ആരംഭിക്കുന്നു. ഏകദേശം എത്ര ആളെ പ്രതീക്ഷിക്കുന്നു? എത്ര മണി വരെ ഈ അന്നദാനം ഉണ്ടാവും എന്നാണ് പറയുന്നത്? ഏകദേശം മഗ്‌രിബ് കഴിയുന്നത് വരെ ഉണ്ടാവുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. അസ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഈ പൊതി കൊടുക്കാൻ ആരംഭിക്കും. ട്രഷറോട് ചോദിക്കുകയാണ്, നമ്മുടെ പ്രവർത്തകരൊക്കെ അത്യാവേശപൂർവമായ പ്രവർത്തനത്തിലാണ്. അവരുടെ പ്രവർത്തനത്തിൽ സംതൃപ്തരാണോ കമ്മിറ്റി? തീർച്ചയായിട്ടും 100%. കാരണം എന്ന് വെച്ചാൽ പ്രസിഡന്റ് പറഞ്ഞ പോലെ 6 മണിയല്ല എൻ്റെ കണക്ക് പ്രകാരം, അതിനു ശേഷവും ആൾക്കാർ വന്നുകൊണ്ടിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ സാധനം എപ്പോൾ തീരുന്നു അതുവരെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവർക്കും കാരണം ഒരു ഉത്സവം എന്ന് തന്നെ പറയാം. അതുപോലെയാണ് നമ്മളെ റബീഉൽ അവ്വൽ മൗലൂദിൻ്റെ പരിപാടി ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ റബീഉൽ അവ്വൽ പുറന്ന മുതൽ ഇതുവരെ എന്നുവെച്ചാൽ ഇന്ന് എത്ര റബീഉൽ അവ്വൽ 27, ഇതുവരെ ഒരു ദിവസവും പരിപാടി ഇല്ലാത്ത ഒറ്റ ദിവസം മുമ്പോട്ട് പോയിട്ടില്ല. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഭാവി തലമുറയും അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. അതായത് ഒരുപാട് സന്തോഷം. ഈ തിരക്കിനിടയിൽ നമ്മളോട് സംവദിച്ചത് പ്രസിഡന്റിന് 2 വാക്ക് കൂടി നമ്മളോട് പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ വരുന്ന ഒരു ആൾക്കാരും ഭക്ഷണം കിട്ടാതെ പോകാൻ പാടില്ല എന്നുള്ള പൂർണ്ണമായ ഒരു ഇത് ഞങ്ങളെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം വാങ്ങി ഞങ്ങളെ സന്തോഷിപ്പിച്ച് മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന ഒരു ഉപദേശം കൂടി ഞങ്ങൾ നൽകുകയാണ്. എല്ലാവരുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് തുരുത്തിയുടെ ഒരു 3ാം പെരുന്നാളാണ് ഈ ഒരു മൗലീദ് ആഘോഷം കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവേശപൂർവ്വമാണ് ഇതിനെ വരവേൽക്കുന്നത്. ആ ഒരു കാഴ്ച തന്നെയാണ് എൻ്റെ പിന്നിൽ നിങ്ങൾ ഈ കാണുന്നത്. യുവാക്കളൊക്കെ വളരെ ജാഗരൂകരായി അത്യാവേശത്തോടെയാണ് ഓരോ ജോലിയും നമുക്ക് മുമ്പിൽ ചെയ്ത് കാണുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റു കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ പ്രിയപ്പെട്ട തുരുത്തി ജമാഅത്ത് പ്രസിഡന്റ് ഷാഫി ഹാജിയും അതുപോലെ തന്നെ ട്രഷറർ അബ്ദുള്ള കുഞ്ഞി ഹാജിയൊക്കെ ഉണ്ട്. നമ്മൾ ഈ മൗലൂദ് പരിപാടി, ഇന്നത്തെ ഈ പരിപാടി എങ്ങനെ വിലയിരുത്തുന്നു? വിലയിരുത്തുന്ന പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് ഇത് തുടർന്നു പോകുന്ന ഒരു സംവിധാനമാണ്. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ പള്ളിയിൽ മൗലൂദും ബാക്കിയുള്ള പല കലാപരിപാടികളും മറ്റുള്ള ഭക്ഷണങ്ങളും കൊടുത്ത് ഇന്ന് വൈകുന്നേരം വരെ നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ കൊല്ലം തലമുറകളായ നമ്മളെ വയസ്സന്മാർ നമ്മൾക്ക് കാണിച്ചു തന്ന വൈകിലും കൂടി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഇനിയും ഇൻഷാ അല്ലാഹ് അള്ളാഹു എത്തിച്ചാൽ പൂർവ്വഗതി ശക്തിയോടുകൂടി ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. സെക്രട്ടറി നേരത്തെ പറഞ്ഞു 4 മണിക്ക് ആരംഭിക്കുന്നു. ഏകദേശം എത്ര ആളെ പ്രതീക്ഷിക്കുന്നു? എത്ര മണി വരെ ഈ അന്നദാനം ഉണ്ടാവും എന്നാണ് പറയുന്നത്? ഏകദേശം മഗ്‌രിബ് കഴിയുന്നത് വരെ ഉണ്ടാവുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. അസ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഈ പൊതി കൊടുക്കാൻ ആരംഭിക്കും. ട്രഷറോട് ചോദിക്കുകയാണ്, നമ്മുടെ പ്രവർത്തകരൊക്കെ അത്യാവേശപൂർവമായ പ്രവർത്തനത്തിലാണ്. അവരുടെ പ്രവർത്തനത്തിൽ സംതൃപ്തരാണോ കമ്മിറ്റി? തീർച്ചയായിട്ടും 100%. കാരണം എന്ന് വെച്ചാൽ പ്രസിഡന്റ് പറഞ്ഞ പോലെ 6 മണിയല്ല എൻ്റെ കണക്ക് പ്രകാരം, അതിനു ശേഷവും ആൾക്കാർ വന്നുകൊണ്ടിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ സാധനം എപ്പോൾ തീരുന്നു അതുവരെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവർക്കും കാരണം ഒരു ഉത്സവം എന്ന് തന്നെ പറയാം. അതുപോലെയാണ് നമ്മളെ റബീഉൽ അവ്വൽ മൗലൂദിൻ്റെ പരിപാടി ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ റബീഉൽ അവ്വൽ പുറന്ന മുതൽ ഇതുവരെ എന്നുവെച്ചാൽ ഇന്ന് എത്ര റബീഉൽ അവ്വൽ 27,
7 ഇതുവരെ ഒരു ദിവസവും പരിപാടി ഇല്ലാത്ത ഒറ്റ ദിവസം മുമ്പോട്ട് പോയിട്ടില്ല. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് നമ്മളെ ഭാവി തലമുറയും അത് മുമ്പോട്ട് കൊണ്ടുപോകുമെന്നുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ തിരക്കിനിടയിൽ നമ്മളോട് സംവദിച്ചതിന് പ്രസിഡന്റിന് 2 വാക്ക് കൂടി നമ്മളോട് പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ വരുന്ന ഒരു ആൾക്കാരും ഭക്ഷണം കിട്ടാതെ പോകാൻ പാടില്ല എന്നുള്ള പൂർണ്ണമായ ഒരു ഇത് ഞങ്ങളെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം വാങ്ങി ഞങ്ങളെ സന്തോഷിപ്പിച്ച് മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന ഒരു ഉപദേശം കൂടി ഞങ്ങൾ നൽകുകയാണ്. എല്ലാവരുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് തുരുത്തിയുടെ ഒരു 3ാം പെരുന്നാളാണ് ഈ ഒരു മൗലീദ് ആഘോഷം കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവേശപൂർവ്വമാണ് ഇതിനെ വരവേൽക്കുന്നത്. ആ ഒരു കാഴ്ച തന്നെയാണ് എൻ്റെ പിന്നിൽ നിങ്ങൾ ഈ കാണുന്നത്. യുവാക്കളൊക്കെ വളരെ ജാഗരൂകരായി അത്യാവേശത്തോടെയാണ് ഓരോ ജോലിയും നമുക്ക് മുമ്പിൽ ചെയ്ത് കാണുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റു കാഴ്ചകൾ കൂടി നമുക്ക് കാണാം.